ഗൂഗിൾ ജെമിനി ആപ്പിന്റെ ശബ്ദം എങ്ങനെ മാറ്റാം, മലയാളം എങ്ങനെയാക്കാം, ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾ ജെമിനി ആപ്പിന്റെ ഒരുപാട് അപ്ഡേറ്റ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തെങ്കിലും ഇപ്പോഴും പലർക്കും ഈ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾ ജെമിനിയുടെ ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫീമെയിൽ വോയിസ് ആണെങ്കിൽ മെയിൽ വോയിസ് ആക്കാം, മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആക്കാം, അങ്ങനെയുള്ള ഒരു പിടി സെറ്റിംഗ്സുകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റന്റ് മാറ്റിയിട്ട് ജെമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ജെമിനി നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്യുക. ഞാൻ ഭാഷ മാറ്റുന്നത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വലതു ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും. ആദ്യം പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അല്പം താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മറ്റെന്തെങ്കിലും ഭാഷയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഗിയർ ഐക്കൺ കണ്ടാൽ സെറ്റിങ്സ് മനസ്സിലാവുമല്ലോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മറ്റെന്തെങ്കിലും ഭാഷയാണെങ്കിലും അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് സെലക്റ്റായി കിടക്കുന്നത് കാണാം. നിങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷ, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കിട്ടുന്ന ഭാഷാ ലിസ്റ്റിൽ അല്പം താഴെയായിട്ട് മലയാളം കാണാം. ജസ്റ്റ് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്താൽ റീസെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. റീസെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെമിനി ആപ്പ് ഒന്ന് റീസെറ്റ് ആകുന്നതാണ്. അതുകൂടെ നിങ്ങളുടെ ഫോണിൽ ജെമിനി ആപ്പ് ഇനി മുതൽ മലയാളത്തിലാണ് പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാനും മലയാളത്തിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായി ജെമിനി ആപ്പിൻ്റെ ശബ്ദം എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ശബ്ദം മാറ്റാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ മലയാളമാക്കിയത് കൊണ്ട് ക്രമീകരണം എന്നായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ജെമിനിയുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് തന്നെ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സെലക്റ്റായി കിടക്കുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ശബ്ദം മാറ്റാനായിട്ട് ഇവിടെ വലതുഭാഗത്ത് ആരോ മാർക്ക് ഉണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മികച്ച ശബ്ദം കണ്ടെത്തുന്നത് വരെ തിരയുന്നത് തുടരാം. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തത് നോക്കാം. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ശബ്ദങ്ങൾ മാറ്റാം. നിങ്ങൾക്ക് മറ്റ് ശബ്ദങ്ങളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ ഓക്കെ, ഇതുപോലെ 10ഓളം ശബ്ദങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. ഇനി ഇഷ്ടപ്പെട്ട ശബ്ദമായി കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം പിന്നീട് സെറ്റാകുന്നതാണ്. പിന്നെ ജെമിനി ആപ്പ് ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. ഇനി ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് പോലുള്ള ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഹിസ്റ്ററി ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരിക്കലും ഹിസ്റ്ററി കളയാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് കളഞ്ഞാലും മെയിനായിട്ടുള്ള അക്കൗണ്ടിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്. പക്ഷേ അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഹിസ്റ്ററി പോവില്ല. നിങ്ങളുടെ ഹിസ്റ്ററി പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജെമിനി ആപ്പിലെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അല്പനേരം ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾ ജെമിനി ആപ്പിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഹിസ്റ്ററി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് അല്പനേരം കാത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇനി നിങ്ങളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജെമിനി ആപ്പുമായി സംബന്ധിച്ച എല്ലാ കാര്യവും ഉണ്ടാവും. ഇത് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കളയാൻ പറ്റും. അതിലും നല്ലത് ഇതിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് കഴിഞ്ഞ ദിവസത്തേത്, കഴിഞ്ഞ മണിക്കൂറിലേത്, അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും ഇഷ്ടമുള്ള കാലയളവ് എന്നൊക്കെ പറഞ്ഞ് 4 കാറ്റഗറി ഉണ്ടാവും. അതിൽ എല്ലാ കാലയളവിലേതും എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ കളയണം അത് നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഹിസ്റ്ററി ഇതിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഇവിടെ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ നിന്ന് പോകുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ജെമിനിയുമായിട്ട് സംവദിച്ചതിൽ ഇഷ്ടമല്ലാത്തത് അത് നിങ്ങൾ കളഞ്ഞാലും മതി. ഇനി ജെമിനി ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ FTM ക്രിയേഷൻ ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ജെമിനി ആപ്പ് സംബന്ധമായ നിരവധി അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരുപാട് വീഡിയോകൾ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഗൂഗിൾ AI എന്നും ജെമിനി എന്നും പറഞ്ഞിട്ടൊക്കെ വരുന്നതൊക്കെ അതിൻ്റെ വീഡിയോ ആണ്. ഏകദേശം 10ഓളം വീഡിയോ FTM ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ജെമിനി ആപ്പ് വഴി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും ഇതിൽ നിന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.